കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരു മുറം വാങ്ങണമെന്ന് വീട്ടിലേക്ക്. അപ്പോൾ മതിലകം വഴിയാണ് വന്നത്. പുതിയ കാവിൽ നമ്മുടെ ഇക്ബാലിക്കയുടെ ഒരു കടയുണ്ട്, ഒരു സൂപ്പർ കട. നമ്മുടെ മുറം, കൊട്ട, അങ്ങനത്തെ പരമ്പരാഗതമായിട്ടുള്ള എന്ത് സാധനം കിട്ടുന്ന ഒരു അടിപൊളി കടയുണ്ട്. അപ്പം ഞാൻ ആ കടയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ കടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളിങ്ങനെ ഊളിയിട്ടിറങ്ങും. അതായത് ചൂരൽ കൊട്ടകൾ, മുറം, അതുപോലെ നോക്കിയ പനയോല കൊണ്ടുണ്ടാക്കിയ കുട, അങ്ങനെ എന്ത് സാധനം വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന, എന്നാൽ ഇപ്പോഴത്തെ ന്യൂജൻ കിഡ്സ് കണ്ടിട്ടേ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഇത്തരം ഭംഗിയുള്ള മനോഹരങ്ങളായ പഴമയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന മെറ്റീരിയൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കടയിലേക്ക് തന്നെ വരണം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ വരവോട് കൂടിയിട്ടാണ് നമ്മുടെ വീടുകളിൽ നിന്ന് ഈ വക കാര്യങ്ങളൊക്കെ അന്യം നിന്ന് പോയത്. പ്ലാസ്റ്റിക്, സ്റ്റീല്, അലുമിനിയം ഇതൊക്കെ വന്നതോടുകൂടി കുട്ടകൾ, മുറം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരും മറന്നു തുടങ്ങി. ഇപ്പോൾ മുറം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ വീടുകളിൽ, അല്ലേ? ആൾക്കാർ അതിനൊന്നും മെനക്കെടാൻ നിൽക്കാറില്ല. ഇപ്പോൾ നോക്കിയേ, പുൽപ്പായാണ് ഈ സംഭവം കേട്ടോ, പുൽപ്പായ. അതുപോലെ നമുക്ക് വീടുകളിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് എക്കണോമിക്കലായിട്ട് നമുക്ക് മിതമായ നിരക്കിലും ഒരു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന വസ്തുക്കളിലൂടെ ഒന്ന് കണ്ണോടിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് വാങ്ങാം. ഇതൊക്കെ നമ്മൾ സാധാരണ മറ്റു കടകളിലും ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുട്ട, മുറം, അങ്ങനെയുള്ള പായ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. നമ്മളൊന്നും ചിലപ്പോൾ കണ്ടിട്ട് പോലും പണ്ടും നമ്മൾ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ കൂടി ഉണ്ട് കണ്ടോ. ഈ സംഭവം കണ്ടുണ്ടോ? ഉറി എന്ന് പറയുന്ന സാധനമാണിത്. നമ്മൾ വീടുകളിലൊക്കെ പണ്ട് കെട്ടിയിട്ടിരുന്ന സാധനം. അതിൻ്റെ മുകളിൽ കലൊക്കെ വെച്ചിട്ട്, പണ്ട് കൃഷ്ണൻ്റെ കഥയിൽ ഉറിയിലുള്ള കലത്തിൽ നിന്നാണ് വെണ്ണ കട്ട് തിന്നിരുന്നത് ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ഈ ഉറി എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്കൊക്കെ തീർത്തും കണ്ടിട്ടില്ലാത്തൊരു വസ്തുവായിരിക്കും ഈ ഉറി. ഇത് കണ്ട, ഇതാണ് സംഭവം ഒലക്ക. ഞങ്ങളൊക്കെ പണ്ട് കുറുമ്പ് കാണിക്കുമ്പോൾ അമ്മമാർക്ക് പറയും, ആ ഒലക്ക എടുത്ത ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിണ്ടല്ല എന്ന് പറയും. ആ സംഭവമാണ് ഈ ഒലക്ക. ഈ ഒലക്ക കൊണ്ടൊക്കെ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ഇത് പറയാണ് കേട്ടോ, നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലെ അമ്പലങ്ങളിലേക്കൊക്കെ പറ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഞങ്ങൾ പറയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങാറുള്ളത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ MK സ്റ്റോഴ്സ് ഇക്ബാലിക്കയുടെ കട പുതിയ കാവിലേക്ക് അങ്ങ് പോകുന്നോളൂ. മതിലകത്തുനിന്നുള്ള വളവിലാണ് കട. എടങ്ങാഴി കണ്ടുണ്ടോ? എടങ്ങാഴി, ഇതാണ് എടങ്ങാഴി. നാഴി, എടങ്ങാഴി എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം കേട്ടോ.
ഇതാണ് ചിരട്ട കയ്യിൽ. കണ്ട, ചിരട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കയ്യിലുകളാണ്, പല ഷേപ്പുകളിലുള്ള കയ്യിലുകൾ. ചിരട്ട കൊണ്ടുണ്ടാക്കിയ സ്പൂണ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ. ഇത് കണ്ട, നമ്മൾ പുട്ടുണ്ടാക്കുന്ന സാധനമാണ്, മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാ. അതിൻ്റെ മൂടി ഉണ്ടാക്കിയിരിക്കുന്നത് ചിരട്ട കൊണ്ടാണ്. കണ്ടോ, എത്ര മനോഹരമായ ചൂരൽ കൊട്ടകൾ. ആ ചൂരൽ കൊണ്ടുണ്ടാക്കിയ കൊട്ടയാണ് ഇതിട്ടാ. എന്തെങ്കിലും ഒരു അപാകത നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? എത്ര മനോഹരമായിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കി. ഇതെന്താ സംഭവം എന്നറിയോ? രാമച്ച വിശറി പനിനീരിൽ മുക്കി ആരോമൽ വീശും തണുപ്പാണോ. ആ പരസ്യം കേട്ടിട്ടില്ലേ? രാമച്ചൻ കൊണ്ടുണ്ടാക്കിയ വിശറിയാണത്, രാമച്ച വിശറി. കണ്ട, ഇടിവെട്ട് പുൽപ്പായകള്, അതുപോലെ കൈതോല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പായകള്. പണ്ട് അമ്മ വീട്ടിൽ ഇതൊക്കെ കൈതോല കൊണ്ട് പായൊക്കെ ഉണ്ടാക്കിട്ട. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അത് ഉണ്ടാക്കാൻ പോയിട്ട് അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് കാലുറച്ച് കഴുകുന്ന ന്യൂജൻ സാധനം ഇരിക്കുന്നത്. നമുക്ക് ടോയ്ലറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഇതിട്ട്. കാരണം ടൈൽസൊക്കെ ആയിപ്പോൾ കാലിൻ്റെ ഉപ്പിറ്റൊന്ന് ഉറച്ച് കഴുകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് വേണ്ടിയുള്ള സംഭവമാണ് ഇത്. നല്ലതേ നമ്മുടെ ഓണത്തപ്പൻ്റെ കൊടയൊക്കെ ഇട്ടിട്ടാണ്. നല്ല സൂപ്പർ കൊടയൊക്കെ ഉണ്ട്. കുടയും പിടിച്ചൊരു ഫോട്ടോ അങ്ങോട്ട് എടുത്ത് അടുത്ത കൊല്ലം ഓണത്തിന് ആവശ്യം വന്നാലോ. അതിനിടയ്ക്ക് ആമിക്കുട്ടിക്ക് ആ കുട വേണമെന്ന് പെട്ടുപോയില്ലേ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, എന്തായാലും ഓണം തീർന്നു, ഇനി അടുത്ത ഓണം ആകുമ്പോഴേക്കല്ലേ കുട വേണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കേടായി കഴിഞ്ഞാലോ. അങ്ങനെ പറഞ്ഞ് നമ്മളങ്ങ് പതുക്കെ നൈസായിട്ട് തടി തപ്പി. അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നേരെ MK സ്റ്റോഴ്സിലേക്ക് വിട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്.